അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പൂജപ്പുറ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് വി രാജേഷ് അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുന്ന കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. വികസന രേഖ ഉദ്ഘാടനം ചെയ്യാൻ ഈ യോഗത്തിന്റെ മുഖ്യപ്രഭാഷണവും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആരാധനായ ശ്രീ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ അവർ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി പ്രശസ്ത ചലച്ചിത്ര താരം സുരേഷ് ഗോപി എം പി അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതായത് എം പിയുടെ കൺവീനറായിട്ടുള്ള ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി അവർക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നിയമസഭയിലെത്തിയ രാജഗോപാൽ അവരാണ്. രാജേട്ടന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും ഇപ്പോ ദേശീയ നിർമ്മാണ സമിതിയോ അംഗവുമായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ് അവരാണ്. അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷന്റെ ഇപ്പോൾ ചാർജ് വഹിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് പി സുധീർ അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി പ്രൊഫസർ വി പി രമ ടീച്ചർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. രമ ടീച്ചർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി അദ്ദേഹം വി വി രാജേഷ് ബഹുമാനരായിട്ടുള്ള വി വി രാജേഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് താൽക്കാലികമായിട്ട് തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് വഹിക്കുന്നു. അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കരുണാകരൻ അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ജയൻ പത്മനാഭൻ അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ഡോക്ടർ പി പി ബാലസാഹബ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ കൃഷ്ണകുമാർ അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ സംവിധായകനും നടനുമായിട്ടുള്ള ശ്രീ രാജസേനൻ അദ്ദേഹം ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തുന്നുണ്ടായി. അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെങ്ങാനൂർ സതീഷ് അവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനായി BDJS-ന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അജി എസ്ആർ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇന്ത്യയുടെ കൺവീനറായിട്ടുള്ള ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഇന്ത്യയുടെയും സ്ഥാനാർത്ഥികളായി നിന്ന് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ യോഗത്തിൽ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ സ്ഥാനാർത്ഥി സംഗമത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി നയിക്കുന്ന ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നയിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അമരക്കാരൻ ശ്രീ രാജേഷ് അവരെ ആദരപൂർവ്വം അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കേരള സംസ്ഥാന ബിജെപിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രജി, ജനാധിപത്യ കേരളത്തിന്റെ ജനകീയ മുഖം ബിജെപിയുടെ എല്ലാമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നിയോജക മണ്ഡലത്തിന്റെ എംഎൽഎ ശ്രീ രാജേട്ടൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തുന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഈ മുരളീധരൻജി, ഇന്ന് ബിജെപിയുടെ പ്രകാശനം ചെയ്യുന്ന വികസന രേഖ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ സാന്നിധ്യമുള്ള പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം എം പി ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അവർ, വേദിയിലുള്ള പാർട്ടിയുടെ സാന്നിധ്യം പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണദാസി, അതോടൊപ്പം തന്നെ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ചലച്ചിത്ര താരം ശ്രീ കൃഷ്ണകുമാർ, സംവിധായകനും നടനുമായിട്ടുള്ള ശ്രീ രാജസേനാവൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഗതാനന്ദ സതീഷ്, സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നോക്കുന്ന അഡ്വക്കേറ്റ് പി സുധീർ, തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ശ്രീ ശിവൻകുട്ടി, പ്രൊഫസർ വി ടി രാജീവ് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇവിടെ സാഹിത്യം പ്രതീക്ഷിക്കുന്ന ശ്രീ കരമലൻ സംസ്ഥാന സെക്രട്ടറി, ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി, മുരളീധരനോടൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയപത്മനാഭ, വേദിയിലുള്ള ഡോക്ടർ ടി പി നാസർ, അതോടൊപ്പം തന്നെ ബി ഡി ജെ എസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എസ് ആർ മജി, ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ 100 വാർഡുകളിലുള്ള ജനവികാരം ശേഖരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ പ്രിയപ്പെട്ട 100 വാർഡിലെയും സ്ഥാനാർത്ഥികളെ, പാർട്ടി പ്രവർത്തകരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പങ്കുവയ്ക്കുന്ന സ്വപ്നങ്ങളും ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ പ്രതിജ്ഞകളും അനന്തപുരിയിലെ ജനസമാജത്തിന് മുമ്പായി എത്തിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈ പ്രദേശത്തെ ആരാധനായ ഗുരുജനങ്ങളുടെ സുഹൃത്തുക്കളെ, നമസ്കാരം. 8-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിലുപരി ഇന്നലെ വരെ ഈ നാട്ടിൽ അനന്തപുരിയിൽ ജനിച്ച് ജീവിച്ചു പോകുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. നാളെ തിരുവനന്തപുരത്ത് ജനിക്കാൻ പോകുന്ന, ഇവിടെ വന്നു പോകാൻ പോകുന്നവരുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് ഈ തെരഞ്ഞെടുപ്പ്. ബിജെപി സംസ്ഥാന ഘടകവും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കേവലം ഒരു ഭരണമാറ്റമോ ഒരു രാഷ്ട്രീയമാറ്റമോ എന്നതിലുപരി നമ്മുടെ പുണ്യ നഗരമായ അനന്തമായ വികസന സാധ്യതകളുള്ള ഒരു നഗരം, ആ നഗരത്തിന് ഇന്ത്യയിലേക്കല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാകാൻ സാധ്യതയുള്ള ഈ നഗരത്തിന് വികസനത്തിന്റെ എല്ലാ വാതായനങ്ങളും തുറക്കുന്ന ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ 100 സ്ഥാനാർത്ഥികളും ഇവിടെ മത്സരിക്കുന്ന 100 സ്ഥാനാർത്ഥികളും കേവലം ജയിച്ച് കോർപ്പറേഷൻ എത്തുക എന്നുള്ളത് അല്ല ലക്ഷ്യം, മറിച്ച്
സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ യഥാർത്ഥത്തിലെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. ഈ അവസരത്തിൽ പാർട്ടി വിഭാഗത്തിൽ വോട്ട് ചോദിച്ചുകൊണ്ട് 3 സ്ഥാനാർത്ഥികൾ ഇവിടെ ഒരുമിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് ഈ പാർട്ടിക്ക് രൂപവും ഭാവവും നൽകി ജീവിതം നൽകി പാർട്ടിയെ പടുത്തുയർത്തിയ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ മുൻപിൽ ഞങ്ങൾ ചില ലക്ഷ്യങ്ങൾ ചില പ്രതീക്ഷകൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മുറിയേറ്റം വേദിയിൽ കടന്നു വരികയാണ്. മുറിയേറ്റ സ്വാഗതം ചെയ്യുന്നു. നേരിടുമ്പോൾ തിരുവനന്തപുരത്തിലല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ചില വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇല്ല, ഇത് കേരളത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനെന്ന നിലയ്ക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു. ബിജെപിക്ക് ഒരവസരം നൽകിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ജനങ്ങളിലേക്ക് നാളെ പുലർച്ചെ എത്തിക്കുക, ഈ പരിപാടി കഴിയുന്ന സമയം മുതൽ എത്തിക്കുക. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ വികസനത്തിന്റെ കാര്യത്തിൽ അഴിമതിയായിട്ടുള്ള കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുമെന്നുള്ള സംശയമില്ല. കേന്ദ്രമന്ത്രിയായിരിക്കുന്നത്, വിദേശകാര്യ സഹമന്ത്രിയും പാർലമെന്ററി മന്ത്രിയായിരിക്കുന്നത് ജനാധിപത്യ കലാപത്തിന് വേണ്ടിയാണ്. ഞാൻ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ബിജെപിക്ക് അവസരം നൽകിയാൽ നരേന്ദ്രമോദി ഗവൺമെന്റിനും കേരളത്തിനുമിടയിലുള്ള ഒരു ചാനലായി വർത്തിച്ചുകൊണ്ട് ഏതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ തിരുവനന്തപുരത്തിന് സമ്മാനിക്കാമോ അതൊക്കെ സമ്മാനിച്ചുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ വികസനം ആവശ്യപ്പെടുകയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഒരവസരം തന്നാൽ കാലാകാലങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ മാർഗങ്ങൾ കണ്ടെത്തും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന മൈസൂർ അഹമ്മദാബാദ് കോർപ്പറേഷനുകളിൽ പരീക്ഷിച്ചിറങ്ങിയില്ല. അത് നമുക്ക് തിരുവനന്തപുരത്ത് നടപ്പിലാക്കാം. അതിന് പലപ്പോഴും നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറാണ്. ഞങ്ങൾ പറയുന്നു, വ്യക്തമായ ഒരു തീരാശാലമായ മാലിന്യ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വിനിയോഗ സമയം നഷ്ടപ്പെടുന്നത് ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട തിരുവനന്തപുരത്ത് പേരൂർക്കാരിലും അമ്പലക്കുത്തിലും കട്ടിമുക്കിലും തിരുവനന്തപുരം പൂജപ്പുരയിലും തക്കത്തും കേശവാഭവനത്തും അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തും നിരവധി ഭാഗങ്ങളിൽ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ കിഴക്കോട്ടങ്ങളിലെ ഹൈദരാബാദും മുംബൈയും അഹമ്മദാബാദും നാഗ്പൂരും ബാംഗ്ലൂരുമൊക്കെ അവർ എന്താ ചെയ്യുന്നത്? എലിവേറ്റഡ് ഹൈവേകൾ, ഔട്ടർ റിംഗ് റോഡുകൾ ഇതൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ പട്ടണത്തിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ നെയ്യാറ്റിൻകര വരുമ്പോൾ നേരം ഭാഗത്ത് കോർപ്പറേഷൻ പ്രവേശിക്കുന്ന ഭാഗത്ത് ഒരു എലിവേറ്റഡ് ഹൈവേ അത് കഴക്കൂട്ടത്തെ അവസാനിക്കുന്നു. തീർച്ചയായിട്ടും മാനവശേഷം ചരക്കുകൊണ്ടുവരുന്ന ലോറികൾക്ക് ആ എലിവേറ്റഡ് ഹൈവേ വഴി കഴക്കൂട്ട ഭാഗത്തിലായി കഴിഞ്ഞാൽ സ്ഥിതിയാത്ര വേണ്ട. പ്രിയപ്പെട്ട പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി തിരുവനന്തപുരത്തെ ചില സംസ്ഥാന സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അത്തരത്തിൽ അതുപോലെ പട്ടണത്തിൽ വരേണ്ടാത്ത വാഹനങ്ങൾക്കൊക്കെ തന്നെ അതുവഴി മാറിയാം. പട്ടണത്തിലെ ഗതാഗത കുറിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന് മാർഗമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ മഴ തുടർച്ചയായി പെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പടവങ്ങാടിയിലും തമ്മേലും മുതൽ അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് നടന്നു പോകുന്നത്. നമ്മൾ അടുത്ത് നീന്തി തുടിച്ചാണ് നമ്മൾ പോകുന്നത്. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് 30-40 വർഷം കൊണ്ട് ഇത് പരിഹരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കും. അടിസ്ഥാന പ്രശ്നം നടത്തി കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ ബിജെപി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. ഞങ്ങൾ സ്ഥാനാർത്ഥികളേക്ക് അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷന്മാരിലേക്ക് ഈ കോർപ്പറേഷനെ ഏറെക്കുറെ 60-65 വാർഡുകളിൽ പോയി കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും ചെല്ലുമ്പോൾ ജനങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നമാണ്. രാജഭരണകാലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ ഡ്രെയിനേജ് സൗകര്യങ്ങൾ
അതായത് പ്രസിഡന്റ് പറഞ്ഞു 100 വീടുകളുടെ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം വ്യാസമുള്ള പൈപ്പുകൾ വേണമോ അതായിട്ടിരിക്കുന്നത് രാജഭരണകാലത്ത് ഇപ്പോൾ 3500 വീടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു 100 വീട് 3500 വീടുകൾക്ക് പെർമിറ്റ് കൊടുത്തുകൊണ്ട് നികുതി ഈടാക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടുത്തെ ഡ്രെയിനേജ് സൗകര്യം ഓടിക്കുവാൻ വേണ്ടിയ സൗകര്യം കൊടുക്കുക ബാധ്യത നിങ്ങൾക്കില്ലേ? 3 പേർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യം 3200 ബുദ്ധിമുട്ട് 100 വാർഡുകൾ അനുഭവിക്കുന്നു. കൗൺസിലർ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇതിന് അടിസ്ഥാനപരമായി കോർപ്പറേഷൻ പ്രശ്നം പരിഹരിക്കണം. സാധിച്ചിട്ടില്ല. 30-40 വർഷമായി സാധിച്ചിട്ടില്ല. രാജഭരണകാലത്തുണ്ടായ സൗകര്യമില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അവസരം തരുന്നു. ശാസ്ത്രീയ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ പരിഹരിക്കും. അതോടൊപ്പം തന്നെ അനന്തമായ വികസന സാധ്യതയുള്ള തിരുവനന്തപുരം എയർപോർട്ട് വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എയർപോർട്ട് വികസനത്തിന്റെ ചർച്ച വന്നപ്പോൾ നിങ്ങൾ നിലവിലുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു എയർപോർട്ട് വികസനം എന്ന് പറയുമ്പോൾ കുറച്ചുപേർ വിമാനത്തിൽ വരുന്നു പോകുന്നു എന്നുള്ളതിനപ്പുറം തിരുവനന്തപുരം മുതൽ തിരുനെല്ലി വരെയാണ് നമ്മുടെ കാശ്മീർ ഏരിയ. അതായത് തിരുവനന്തപുരത്തെ എയർപോർട്ട് വികസിച്ചു കഴിഞ്ഞാൽ തിരുനെല്ലി മുതൽ തിരുനെല്ലി വരെയുള്ള യാത്രക്കാർ ഇവിടെ വരികയും പോവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ടാക്സി ഡ്രൈവർമാർക്ക് കൂടുതൽ ഓട്ടം ലഭിക്കും. കൂടുതൽ ഓട്ടം ലഭിക്കും. ആയിരക്കണക്കിന് യാത്രക്കാർ തന്നെ ലക്ഷങ്ങൾ വേണം. ഹോട്ടലുകൾ കൂടുതൽ വേണം. ആശുപത്രികൾ വേണം. മെഡിക്കൽ സ്റ്റോറുകൾ വേണം. ടെക്സ്റ്റൈൽസ് വേണം. എല്ലാം വേണം. സ്വാഭാവികമായിട്ട് ഈ വരുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാർ തിരുവനന്തപുരത്ത് ചെലവഴിക്കുന്ന പണം ആ പണം നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അതിൽ നിന്ന് കോർപ്പറേഷൻ നികുതി ലഭിക്കും. നമ്മുടെ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതിന്റെ നികുതി ലഭിക്കും. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന വിദ്യാഭ്യാസ ഘടകവും കൂടി എയർപോർട്ട് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോഴേക്കും ഇവിടുത്തെ LDF UDF കൂടി പ്രമേയം പാസാക്കിയിരിക്കുന്നു. എയർപോർട്ട് വികസനം ഇപ്പോൾ വേണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തിന്റെ തൊഴിൽ സാധ്യതയും സമ്പദ്ഘടനയും മെച്ചപ്പെടുന്ന തരത്തിലുള്ള എയർപോർട്ട് വികസനത്തിന് വേണ്ടി ഞങ്ങൾക്ക് അവസരം നിന്നാൽ BJP മുന്നോട്ട് നിൽക്കാം. പ്രിയപ്പെട്ട കൃഷ്ണമൂർത്തി, തിരുവനന്തപുരത്ത് നാട്ടിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണപ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട കൃഷ്ണമൂർത്തി വേദിയിൽ കടന്നുകയാണ്. അദ്ദേഹത്തെ ഞാൻ പാർട്ടിയുടെ മുമ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കണക്ടിവിറ്റിയുടെ ഭാഗം എക്സ്പെർട്ടിനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനുള്ള ഫലമുണ്ടാകുന്ന നിസാൻ കമ്പനിയുടെ ഭാഗത്ത് നിസാൻ കമ്പനി വന്നു കഴിഞ്ഞാൽ 14,000 പേർക്ക് നേരിട്ടും 7,000 പേർക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കും. ഞാൻ ചോദിക്കട്ടെ, 8,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വാങ്ങുന്ന 20,000 പേർ തിരുവനന്തപുരത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ അവർ നേടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം തിരുവനന്തപുരത്ത് ചെലവഴിക്കും. തിരുവനന്തപുരത്തെ ശമ്പളം ചെലവഴിക്കുമ്പോഴേക്കും അത് നമ്മുടെ സമ്പദ്ഘടനയെ ബലപ്പെടുത്തില്ലേ? ഈ വരുമാനം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ലഭിക്കില്ലേ? ഈ നിസാൻ കമ്പനി ഗവൺമെന്റുകൾ ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളം വികസിക്കണം. ഞാൻ വിജ്ഞാപിക്കുന്നില്ല. ഒരുപാട് പറയാനുണ്ട്. പലപ്പോഴും പറഞ്ഞുകൊണ്ട് മുതിർന്ന നേതാക്കളൊക്കെ പറയും. ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെച്ചുകൊണ്ട് 2020 ലക്ഷം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. 30 വർഷം LDF കോർപ്പറേഷൻ ഭരിച്ചു. 30 വർഷം ഭരിച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു. ഇനിയുള്ള 5 വർഷം കൂടി ഞങ്ങൾക്ക് തരണമെന്ന്. കഴിഞ്ഞ 30 വർഷം മാസത്തിലൂടെ LDF കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവർ ഇന്നത്തെ കൂടുതൽ ശക്തരായിരുന്നു. ദേശീയ തലത്തിലായിട്ട് 30-40 എംപിമാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള എംപിമാരുടെ 3. സംസ്ഥാനങ്ങൾക്ക് കക്ഷികളുണ്ടായിരുന്നു. ഇപ്പോഴുള്ള സംസ്ഥാനങ്ങൾ 1. അതിന്റെ കഴിയാറായി. ഇത്രയും ശക്തമായ അവസ്ഥയിലേക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇത്രയും ദുർബലാവസ്ഥയിൽ ആ പാർട്ടിക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുന്നത്? അവർ വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് അവസരം വേണമെന്ന്. ഈ അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പുറത്തടിക്കുകയായിരിക്കും. അതുകൊണ്ട് നമുക്ക് വാക്കു തരികയില്ല. കാരണം ഗവൺമെന്റ് പണം തരാൻ തയ്യാറാ. BJP അംഗീകരിക്കുന്ന 100 പേർ ജനങ്ങളുടെ 20 പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ വികസനത്തിന്റെ വികാസത്തിലേക്ക് കൈപിടിച്ചു നിർത്താൻ തയ്യാറുള്ള ഒറ്റ ചോദ്യം മാത്രം. അതിന് ജനങ്ങളുടെ എത്തിക്കാനുമായി നിൽക്കാൻ തയ്യാറുള്ളതാണ്. ഞങ്ങളുടെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ജനങ്ങൾ അതിന് തയ്യാറുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിങ്ങളുടെ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കണം. തിരുവനന്തപുരം അതിമനോഹരമാണ്. പല മീറ്റിംഗുകളിൽ പറഞ്ഞു വിമാനത്താവള, തുറമുഖം, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇതൊക്കെ വിളിപ്പാടുകളിലുള്ള ഏത് പട്ടണമുണ്ട് ഇന്ത്യയിൽ? ഏത് പട്ടണമുണ്ട് ലോകത്ത്? ബാംഗ്ലൂർ വിമാനത്താവളം 35 കിലോമീറ്റർ അപ്പുറത്തെ പട്ടണത്തിൽ നിന്നും, ഡൽഹി വിമാനത്താവളം, മുംബൈ വിമാനത്താവളം, കൊച്ചി എത്ര 30-35 കിലോമീറ്റർ ദൂരത്ത്, കണ്ണൂർ ഇതൊക്കെ തന്നെ ദൂരത്തിൽ തന്നെ. തിരുവനന്തപുരം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, തുറമുഖത്തെത്താൻ 15 മിനിറ്റ്, റെയിൽവേ സ്റ്റേഷനിൽ തയ്യാറെടുപ്പ് സാധിക്കും. ഇത്രയും അനുഗ്രഹീതമായ പട്ടണം, പട്ടണാവസാനത്തേക്കാൾ വേഗം ശ്രദ്ധിക്കുന്ന പട്ടണാവസാനത്തേക്കാൾ ഇതൊക്കെയുള്ള ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കണ്ടിട്ട ഇവിടെ ഹൈക്കോടതി ബെഞ്ച് വന്നു കഴിഞ്ഞാൽ എത്രയോ മെച്ചമാണ് നാടുണ്ടാകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള അനന്തമായ അവസരങ്ങളും സാധ്യതകളും
പ്രവർത്തനങ്ങൾ നമ്മുടെ പരിചയപ്പെട്ട് തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ അറിയുന്ന കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ട് രംഗത്ത് കഴിഞ്ഞ ദിവസങ്ങളായി സുരേഷ് തിരുവനന്തപുരത്തെ വാർഡുകൾ സഞ്ചരിക്കുന്നു, ഗ്രാമ പഞ്ചായത്തുകൾ സന്ദർശിക്കുന്നു. അദ്ദേഹം എന്നോട് ചുമതല പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രിയോട് ഞാൻ മുരളീധരൻ ജിയും അച്ഛനെ ഉൾപ്പെടുന്ന നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ, എംപിമാരും പ്രധാനമന്ത്രിയോട് സംസാരിക്കാം, തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നല്ല അവസരം നമ്മുടെ മുമ്പിലുണ്ടോ? അനന്തപുരം തീരുമാനിക്കുക, ഒരവസരം ഞങ്ങൾക്ക് തരിക. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി വാക്ക് തരുന്നു, ഇത്രത്തോളം മികച്ച സ്ഥാനത്തെ നിലനിർത്തിക്കുക. ഞങ്ങൾക്ക് ചില സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി 2025 നമ്മുടെ പുണ്യനഗരമായ തിരുവനന്തപുരത്തെ ഭാരതത്തിലെ ഒന്നാമത്തെ വികസിത പട്ടണമാക്കാൻ അവസരത്തെ വെച്ചുകൊണ്ട് രക്ഷപ്രദനം അവസാനിപ്പിക്കട്ടെ. ഉദയമാകാം മറ്റു കാര്യങ്ങൾ പറയുന്നു. ഇന്നവിടെ ഒരു വികസന രൂപ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഒപ്പിയെടുത്ത പല കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രധാനമായും കിട്ടിയത് ഒരു ആവശ്യമാണ്. കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ വാക്ക് തരുന്നു, ബിജെപിക്ക് ഒരവസരം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും, അതായത് വ്യക്തമായി പറഞ്ഞാൽ 4 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ മണ്ഡലത്തിൽ 5 വാർഡുകൾ, മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ ഉള്ള വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 100 വാർഡുകൾ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് അവസരം വന്നാൽ എല്ലാ മാസവും 4 ദിവസം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ തന്നെ തീർച്ചയായിട്ടും അതാത് പ്രദേശത്തുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാസവും 4 ജനസമ്പർക്ക പരിപാടികൾ ഞങ്ങൾ നടത്തും. ആ ജനസമ്പർക്ക പരിപാടികൾ വെച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. അടുത്ത മാസം കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും ഉണ്ടാവും. ഒരു പാർട്ടിയും ഇവിടെ വല്ലാത്തൊരു വാഗ്ദാനം നൽകുമ്പോ നിങ്ങൾ അങ്ങോട്ടുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളെ നടത്തുന്നുവെങ്കിൽ 30 ദിവസത്തിൽ അപ്പുറം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ നടപ്പിന് കാലാവധി കാണില്ല. ജനകീയ നേതാക്കന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് രാവിലെ ഒരു 7 മണി 8 മണി മുതൽ നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, നിങ്ങളുടെ ആവലാതികളും വേവലാതികളും പരിഹരിക്കാം. ആരും തരാത്തൊരു വാഗ്ദാനം ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറയുന്നു, ഞങ്ങൾ അങ്ങോട്ട് വരും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ജനസമ്പർക്ക പരിപാടികളുമായി. ഒരു അവസരം ഒരിക്കൽ കൂടി ചോദിച്ചു കൊടുക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ മഹാസംഗമത്തിന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിലേക്കായി ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നരേന്ദ്രമോദി സർക്കാരിലെ കേരളത്തിന്റെ നിറസാന്നിധ്യം പ്രിയപ്പെട്ട ശ്രീ വി മുരളീധരൻ അവരുടെ ആദരവും സ്വാഗതം ചെയ്യുന്നു. സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി പ്രിയപ്പെട്ട കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററികാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇനി നടക്കാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്കായി പരിചയപ്പെടുത്താനും അതോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന വികസന രേഖ പുറത്തിറക്കാനും വേണ്ടിയിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി പി രാജേഷ് തിരുവനന്തപുരത്തിന് യഥാർത്ഥ വികസനത്തിന്റെ ഒരു ചിത്രം മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ വികസനത്തിന് വഴികാട്ടാൻ സാധിക്കും എന്ന് തെളിയിച്ച കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഭീഷ്മാചാര്യൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ കേരളത്തിന്റെ നിയമസഭാംഗമായിട്ടുള്ള ശ്രീ ബഹുമാന്യനായിട്ടുള്ള രാജേട്ടൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന കൺവീനർ BDJSന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ് ജി ഏതാനും അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ സുരേഷ് ഗോപി MP ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതാക്കൾ ഈ 100 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്തെ പൗരപ്രമുഖർ ബഹുമാന്യരായിട്ടുള്ള സമ്മതിദായകർ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇവിടെ ശ്രീ വി പി രാജേഷ് അധ്യക്ഷ പ്രസംഗം നടത്തിയ അവസരത്തിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നേർചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. തിരുവനന്തപുരത്തെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2015 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ മുന്നറിയിപ്പ് അതിനു മുൻപുള്ള 25 കൊല്ലക്കാലം ഈ തിരുവനന്തപുരം ഭരിച്ച CPM മുന്നണിക്ക് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഏത് ദിശയിലുള്ളതാണ് എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് 34 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് CPM മുന്നണി അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തെ അതനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ തയ്യാറായില്ല. ഇവിടെ രാജേഷ് തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജനം തൊട്ട് പാർപ്പിട പ്രശ്നം തൊട്ട് കുടിവെള്ള പ്രശ്നം തൊട്ട് ഗതാഗത കുരുക്ക് തൊട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ. ഞാൻ അടുത്ത ദിവസം പാലക്കാട് പോയിരുന്നു. പാലക്കാട് നഗരസഭ ശ്രീ രാജേട്ടൻ ജനിച്ച സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം തുടങ്ങി വെച്ച സ്ഥലമാണ്. ആ പാലക്കാട് നഗരസഭ കേരളത്തിലെ 87 നഗരസഭകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു നഗരസഭയാണ്. പക്ഷേ
തിരുവനന്തപുരത്ത് എന്തൊക്കെ സാധ്യമാകുമെന്ന് രാജേഷ് ഇപ്പൊ പറഞ്ഞു. അത് സാധ്യതമാക്കിയിട്ടുള്ള അനുഭവം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ പദ്ധതികളിലൂടെ ആ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കാണിച്ചു തന്നിട്ടുള്ള നഗരസഭയാണ് പാലക്കാട് നഗരസഭ. ഞാൻ എടുത്തു പോയപ്പോ അവിടെ ഒരു വീട്ടിൽ പോയി. ഇവിടെ വാർപ്പുഴ പ്രശ്നം പറഞ്ഞു. ഒരു കുടുംബം, അമ്മയും മകളും മകളുടെ ഭർത്താവും കുട്ടികളും ഉള്ള കുടുംബം. ആ അമ്മ എന്നോട് പറഞ്ഞു, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ഈശ്വര തുല്യനാണ്. കാരണം ഞാൻ ജീവിച്ച സാഹചര്യം, ഞാൻ താമസിച്ച വീട് സാറ് കണ്ണിലൊഴിഞ്ഞാൽ ഒരു പക്ഷെ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ ഇത്രയും കാലം താമസിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ കഴിയുന്ന ഒരു പാർപ്പിടം നരേന്ദ്രമോദി സർക്കാർ എനിക്ക് തന്നു. നരേന്ദ്രമോദി സർക്കാർ തിരുവനന്തപുരത്തും ആവശ്യക്കാർക്ക് എല്ലാവർക്കും അത് കൊടുക്കാൻ തയ്യാറായി. പാലക്കാട് നഗരസഭയുടെ ജനസംഖ്യ 1,30,000 ആണ്. പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ 3500 വീടുകളാണ് ആവശ്യക്കാരായിട്ടുള്ള പാർപ്പിടമില്ലാത്തവർക്കായിട്ട് പാലക്കാട് നഗരസഭയുടെ നേതൃത്വം നരേന്ദ്രമോദിയുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിച്ചത്. തിരുവനന്തപുരത്തിന്റെ ജനസംഖ്യ 13 ലക്ഷം. പാലക്കാടിന്റെ 10 ഇരട്ടി. അവിടെ 3500 വീടുകൾ നിർമ്മിച്ചു നൽകാൻ അവിടുത്തെ നഗരസഭയ്ക്ക് സാധിച്ചിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് 35,000 വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഇവിടുത്തെ കോർപ്പറേഷന് സാധിക്കേണ്ടതായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കോർപ്പറേഷനിലുള്ള കൗൺസിലർമാരോട് ചോദിച്ചു, എത്ര വീട് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ പണിതു? 10,000 അല്പം കൂടും എന്ന് പറഞ്ഞാൽ 25,000 വീടുകൾ തിരുവനന്തപുരത്തെ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ടിയിരുന്ന 25,000 വീടുകൾ ഇവിടെ പണിയാതിരുന്നതിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഭരിച്ച CPM നേതൃത്വത്തിന്, CPM മുന്നണിക്ക്, അവരുടെ കഴിവുകേടിന്, അവരുടെ താല്പര്യമില്ലായ്മയ്ക്ക്, അവരുടെ ശിക്ഷാമില്ലായ്മ കൊണ്ടല്ലേ. കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. കുടിവെള്ളം തിരുവനന്തപുരത്തെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ഈ അടുത്ത ദിവസം പോയ പല സ്ഥലങ്ങളിലും ആളുകൾ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാക്കിയതാണ്. റോഡിലുള്ള പൈപ്പുകളിൽ കാത്തിരിക്കുകയാണ്. ആ പൈപ്പുകൾക്ക് മുന്നിൽ അമ്മമാര്, സഹോദരിമാര് മണിക്കൂറുകളോളം. കുടിവെള്ളത്തിന്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഭരണം ഏറ്റെടുത്തപ്പോ 2019 വീണ്ടും സർക്കാർ ഭരണത്തിൽ വന്നപ്പോ ഒരു പ്രത്യേക വകുപ്പ്, ജലശക്തി വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം 2024 ഈ രാജ്യത്തെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതി, ആ പദ്ധതിക്ക് നരേന്ദ്രമോദി രൂപം നൽകിയത്. പാലക്കാട് നഗരസഭയിൽ പോയപ്പോ അവരെന്നോട് പറഞ്ഞു, 6000 സൗജന്യ കുടിവെള്ള കണക്ഷനുകൾ, പണം ഈടാക്കാതെ കുടിവെള്ളം നൽകാനുള്ള കണക്ഷനുകൾ 6000 കണക്ഷനുകളാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയത്. തിരുവനന്തപുരത്തിന്റെ കണക്കെത്രയാ ഒന്ന് പറയണം ദയവ് ചെയ്ത്. മേയർ, മുൻ മേയർ 30 കൊല്ലക്കാലം ഭരിച്ചവരാണ്. കേന്ദ്ര സർക്കാരിൽ ഒരു വകുപ്പ് ഈ തരത്തിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി ഉണ്ടാക്കിയിട്ട് ആ പദ്ധതിയുടെ പേരിൽ കേരളത്തിന് അനുവദിച്ച തുക പോലും പൂർണ്ണമായിട്ട് വിനിയോഗിക്കാത്തവരാണ് കേരളത്തിന്റെ സർക്കാർ. തിരുവനന്തപുരത്ത് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് രാജേഷ് നടത്തിയിട്ടുള്ള വാഗ്ദാനം, അത് വാഗ്ദാനമായിട്ട് മാത്രം കണക്കാക്കണ്ട. ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങളോട്, തിരുവനന്തപുരത്ത് ഭരണത്തിലെത്തുന്നതിന് മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് ഭരണത്തിൽ വന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയിട്ടുള്ള പഠനം 2050 ആകുമ്പോഴേക്കുള്ള പാലക്കാട്ടെ ജനസംഖ്യ കണക്കിലെടുത്തുകൊണ്ടുള്ള വികസനം
വർഷത്തിനപ്പുറത്ത് 30 വർഷത്തിനപ്പുറത്ത് പാലക്കാട് എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതനുസരിച്ച് നടപടികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള പാലക്കാട് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് രാജേഷിന്റെ വാഗ്ദാനം മറ്റുള്ളവർ നൽകുന്നത് പോലെയുള്ള വെറും വാഗ്ദാനങ്ങൾ, ആ വെറും വാഗ്ദാനങ്ങളല്ല എന്ന് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. തിരുവനന്തപുരത്തുകാരും പലതവണ കബളിപ്പിക്കപ്പെട്ടു. 2014 തിരുവനന്തപുരത്തിന് ഒരു സുവർണാവസരമാണ് ലഭിച്ചത്. ഒ രാജഗോപാൽജി തിരുവനന്തപുരം നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. അന്ന് ഇവിടെ CPM കോൺഗ്രസ് മുന്നണികൾ നടത്തിയ പ്രചരണം എന്താ? കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണം വരാനേ പോകുന്നില്ല. അതുകൊണ്ട് ഒ രാജഗോപാൽജി ധാരാളം വികസനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം അദ്ദേഹത്തിന് ഡൽഹിയിൽ പോയിട്ട് പ്രതിപക്ഷം ജയിക്കേണ്ടി വരും. പ്രതിപക്ഷത്തെ MP വേണോ അതോ ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി വേണോ? ശശി തരൂരിന് ജനങ്ങൾ വോട്ട് ചെയ്തു. തിരുവനന്തപുരത്തെ ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് 2014 ബോധ്യമായി. 5 വർഷക്കാലം കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൽ, അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിൽ മന്ത്രിയായി ഈ തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലുടനീളം വികസനം എന്താണ് എന്ന് മലയാളികൾക്ക് കാണിച്ചു തന്ന ശ്രീ രാജഗോപാൽജിയെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ചിത്രം അറിയണേ. 2014 മുതൽ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ഒ രാജഗോപാൽജി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഈ തിരുവനന്തപുരത്ത് മാറ്റമുണ്ടായേനെ. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, ജനങ്ങൾ കബളിപ്പിക്കലിന് വിധേയരായി. അവിടെയാണ് ഞാൻ ഇവിടെ ശ്രീ രാജേഷ് പറയുന്നതിനെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 30 കൊല്ലം ഭരിച്ച ആളുകൾ ഇതുവരെ നടപ്പിലാക്കാത്ത കാര്യങ്ങൾ ഇനി നടപ്പിലാക്കും അടുത്ത 5 കൊല്ലം കൊണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തിരുവനന്തപുരത്തിന്റെ വികസനം, നമ്മുടെ ദേശീയ പാതയാണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും തിരുവനന്തപുരം വിമാനത്താവളമാണെങ്കിലും ഇതൊക്കെ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ തെക്കൻ തമിഴ്നാടിന്റെ പോലും ചിത്രം മാറ്റാൻ കഴിവുള്ള പദ്ധതികളാണ്. സിംഗപ്പൂരും കൊളംബോയും ദുബായും പോലെയുള്ള തുറമുഖങ്ങൾ, ആ തുറമുഖങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു തുറമുഖമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം. ആ തുറമുഖം വളർന്നു വരാൻ പോകുന്നത്. പക്ഷേ അതിന്റെ കരാർ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അന്ന് ആ ഒപ്പിട്ട ചടങ്ങിൽ ഞാനുണ്ടായിരുന്നു. അന്ന് അവിടെ ആ വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്ന അദാനി കമ്പനിയുടെ പ്രതിനിധി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 1000 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇത് പ്രാവർത്തികമാക്കും. 1000 ദിവസം കഴിഞ്ഞു, 2000 ദിവസം ആകാൻ പോകുന്നു. ഇപ്പോഴും ആ പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല. രാജഗോപാൽജിയുടെ നേതൃത്വത്തിൽ 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ രൂപീകൃതമായപ്പോ ആ സർക്കാരിന്റെ മുന്നിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യ നിവേദക സംഘം ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി എത്തിയത് രാജഗോപാൽജിയുടെ നേതൃത്വത്തിലാണ്. അന്ന് അതനുസരിച്ചിട്ടാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടക്കമിട്ടത്. പക്ഷേ ആ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ, അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം, ആ സമീപനത്തെ ഇവിടെ ഭരിക്കുന്ന കോർപ്പറേഷനും ഇവിടെ ഭരിക്കുന്ന സർക്കാരും ഇത് രണ്ടും കൂടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി 2000 ദിവസമാകാൻ പോകുമ്പോഴും ഇപ്പോഴും പൂർത്തിയാകാതിരിക്കുന്നത്. രാജേഷ് പറഞ്ഞു 10,000 ആളുകൾക്ക് തൊഴിൽ സാധ്യത, ആ തൊഴിൽ സാധ്യതയുള്ള നിരവധി കമ്പനികൾ. നിസാന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ വന്നപ്പോ, ഡൽഹിയിൽ കാണാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെന്നൈയിലും തിരുവനന്തപുരത്തും വലിയ വ്യാവസായിക നിക്ഷേപത്തിനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീടൊന്നും കേട്ടിട്ടില്ല. കാരണം അന്വേഷിച്ചപ്പോ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്നതിനുള്ള പരിമിതികൾ കാരണം വിദേശ കമ്പനികൾ ഇവിടെ വ്യവസായ നിക്ഷേപം നടത്തുന്നതിന് മടി കാണിക്കുന്നു. ആരാ ആ സാഹചര്യം ഉണ്ടാക്കുന്നത്? ആരാ അങ്ങനെയൊരു തടസ്സം സൃഷ്ടിക്കുന്നത്? അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനം
ഈ പ്രദേശത്തെ ജനങ്ങൾ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഇനിയും അവസരം കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നത്. 2015 നൽകിയ മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് അവഗണിച്ച CPM മുന്നണിക്ക് വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷണം നടത്തേണ്ടതുണ്ടോ എന്ന് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് എനിക്ക് തിരുവനന്തപുരത്തെ ബഹുമാന്യരായിട്ടുള്ള സമ്മതിദായകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ പ്രയോജനം, ആ പ്രയോജനം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അതിനുതകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം, അതിനുതകുന്ന ഒരു ഭരണ നേതൃത്വം, സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്നവരല്ലാത്ത ഒരു ഭരണ നേതൃത്വം, അതാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM മുന്നണി അതിന്റെ വലിയ നേതാക്കന്മാര്, ആ വലിയ നേതാക്കന്മാര് മുഴുവൻ അവരുടെ കുടുംബക്കാര്, അവരുടെ ഉറ്റവർ, അവരുടെ സ്വന്തക്കാർ, അവരൊക്കെ ഇപ്പോ ഏത് സ്ഥിതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പാർട്ടിയുടെ വലിയ നേതാവിന്റെ മകൻ ബാംഗ്ലൂർ ജയിലിലെ കള്ളപ്പണ കേസിൽ, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറഞ്ഞത്, എന്റെ അമ്മ പശുവിനെ വളർത്തി പാല് വിറ്റ് ചുറ്റുമുള്ള വീട്ടുകാർക്കൊക്കെ നൽകി, അതിലൂടെയാണ് എന്നെ പഠിപ്പിച്ചതെന്നാണ്. അതിന്റെ വരുമാനം കൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഇത്ര വലിയ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള ശേഷി ഉണ്ടാക്കിയത്? എന്ത് ബിസിനസ് നടത്തിയിട്ട, എന്ത് ജോലി ചെയ്തിട്ട, എന്ത് വ്യവസായം നടത്തിയിട്ട? അപ്പൊ എവിടെ നിന്ന് വന്നു ഈ പണം? ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടേണ്ട വരുമാനം, സാധാരണക്കാരന് കിട്ടേണ്ട പ്രയോജനം, ആ പ്രയോജനത്തിന്റെ അംശം തട്ടിയെടുത്തുകൊണ്ട് അതിനെ സ്വന്തക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് വിനിയോഗിച്ച CPM മുന്നണി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് നൽകിയ മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് ചെവിക്കൊള്ളാതെ അവർക്ക് 5 കൊല്ലക്കാലം ഭരിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത കോൺഗ്രസ് മുന്നണി, ഇവർ രണ്ടുപേർക്കും പകരം തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിജി ഇന്ത്യയിൽ ആകമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന വിധത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ, ആ സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് ഈ തിരുവനന്തപുരം നഗരസഭ ഈ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നഗരസഭകളിലൊന്നും. പാലക്കാട് 150 വർഷം മുമ്പ് തുടക്കമിട്ടുവെങ്കിൽ തിരുവനന്തപുരം നഗരസഭ നിലവിൽ വന്നത് 1921-ലാണ്. കോർപ്പറേഷൻ ആയത് അതിനുശേഷമാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് ഏതാണ്ടായിട്ടുള്ള ഈ നഗരസഭ പത്മനാഭസ്വാമിയുടെ അത് കുടികൊള്ളുന്ന അനന്തശയനം ചെയ്യുന്ന ഈ നഗരത്തിന്റെ പ്രൗഢിക്കുന്ന വിധത്തിൽ തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാക്കാനായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഏത് പദ്ധതിയും, ആ പദ്ധതിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധികളായിട്ട് ഇന്ത്യൻ പാർലമെന്റിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആസൂത്രണത്തിലും ഇവിടെ വരുന്ന നഗരസഭയുടെ കൂടെ നിൽക്കും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച, ജനങ്ങൾ ആവശ്യപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് BJP തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന വികസന രേഖ ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, സമര കേരളത്തിലെ
സമരമുഖം ശ്രീ കെ സുരേന്ദ്രൻ അവർ പ്രശസ്ത ചലച്ചിത്രകാരവും ബിജെപിയുടെ സ്റ്റാർ ക്യാമ്പയിനറുമായിട്ടുള്ള സുരേഷ് ഗോപി എംപി ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വികസന രേഖയുടെ ആദ്യ പ്രതി നൽകിക്കൊണ്ട് ബിജെപിയുടെ സമാധാനങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി ബിജെപിയുടെ സമരാധികാരികളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ പൂജപ്പുര ഡിവിഷനിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ VV രാജേഷ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ V മുരളീധരൻ അവർ നമ്മുടെ എല്ലാവരുടെയും വഴികാട്ടിയായിട്ടുള്ള കേരള നിയമസഭയിലെ ആദ്യത്തെ NDA MLA ഇപ്പോഴും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരകന്മാരിൽ ഒരാളായിട്ടുള്ള സർവോദരണീയമായിട്ടുള്ള ശ്രീ രാജേട്ടൻ ഈ വികസന രേഖ ഇവിടെ പ്രകാശനം ചെയ്ത ചലച്ചിത്ര താരവും രാജ്യസഭാംഗവും ആയിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസ് അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന കൺവീനറും BDJSന്റെ അധ്യക്ഷനുമായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് JR പത്മകുമാർ അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P സുധീർ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം ജില്ലയുടെ ഇൻചാർജുമായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി
BDJSന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ SR മാജി, പ്രമുഖ ചലച്ചിത്ര താരം ശ്രീ കൃഷ്ണകുമാർ, സംവിധായകനും നടനുമായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ രാജശേഖരൻ അവർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വെങ്ങാനൂർ സതീഷ് അവർ, ദേശീയ കൗൺസിൽ മെമ്പർ സർവോദരണീയനായ ഡോക്ടർ PV ബാബ സർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് സർവോദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ 100 ചുണക്കുട്ടികളായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരളത്തിൽ 8-ാം തീയതിയും 10-ാം തീയതിയും 14-ാം തീയതിയുമായി നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു പക്ഷേ കേരളത്തിന്റെ ഭാവി ഭാഗതയും നിർണയിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് നിർവഹിക്കുന്ന ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവുകയില്ല. വലിയ രാഷ്ട്രീയ പരിവർത്തനങ്ങൾക്ക് കാരണമാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തിലധികമായി കേരളം പിന്തുടരുന്ന പരമ്പരാഗത ഇടത് വലത് മുന്നണി രാഷ്ട്രീയം തകർന്നടിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. LDF അല്ലെങ്കിൽ UDF, UDFന് പകരം LDF എന്നുള്ള കേരളത്തിന്റെ പാരമ്പര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. 5 വർഷം LDF ഭരിക്കുക, അത് കഴിഞ്ഞ് 5 വർഷം UDF ഭരിക്കുക, ഭരിക്കുമ്പോൾ ഓരോരുത്തരും ഇഷ്ടം പോലെ അഴിമതി നടത്തുക, പ്രതിപക്ഷം അതിനെ കുറിച്ച് മിണ്ടാതിരിക്കുക, അടുത്ത അവസരം കിട്ടുമ്പോൾ അതിന്റെ കണക്കും കൂടി കൂടുതൽ അഴിമതി നടത്തുക, ഇത് സംബന്ധിച്ച കേസുകൾ വല്ലതും വന്നാൽ പരസ്പരം ഒത്തുതീർപ്പാക്കുക. ഇതാണ് 6 പതിറ്റാണ്ട് കാലത്തിലധികമായി കേരളം പിന്തുടരുന്ന രാഷ്ട്രീയം. ചരിത്രത്തിൽ ആദ്യമായി കേരള ജനത ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെയും അഴിമതി രാഷ്ട്രീയത്തെയും നിരാകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിന്റെ പ്രതിച്ഛായ ഇന്നിപ്പോൾ ലോകരാജ്യത്തിൽ എല്ലായിടത്തുമുള്ള മലയാളികൾക്ക് കേരളത്തിനെ കുറിച്ച് അഭിമാനബോധം നഷ്ടമായി. ലോകം മുഴുവനുള്ള മലയാളികൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിയുന്ന മലയാളികൾ എല്ലാവരും ഒരു കേരളീയനാണ് എന്ന് പറയാൻ അഭിമാനമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ഞാനൊരു മലയാളിയായ ഒരു കേരളീയനാണ് എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ ഈ മുന്നണികൾ ആക്കിത്തീർത്തു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ അറിയപ്പെടുന്നത്. ലോകം അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്വന്തം നാടിനെ കള്ളക്കടത്തുകാരുടെ സ്വന്തം നാടായി ഈ ഭരണകക്ഷി മാറ്റിക്കഴിഞ്ഞു. ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് അഴിമതിക്കാരുടെ നാടായി, അവസരവാദികളുടെ നാടായി, കൊള്ളക്കാരുടെ നാടായി, സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ നാടായി, മയക്കുമരുന്ന് കടത്തുകാരുടെ നാടായി, കള്ളനോട്ടുകാരുടെ നാടായി, കള്ളപ്പുഴക്കാരുടെ നാടായി, അപകട ഇടപാടുകളുടെ നാടായി, രാജ്യദ്രോഹികളുടെ നാടായി, എല്ലാത്തിലും കമ്മീഷൻ അടിക്കുന്ന കമ്മീഷൻ ഏജന്റുമാരുടെ നാടായി നമ്മുടെ കേരളത്തിൽ മാറ്റിയിരിക്കുക. എല്ലാ പദ്ധതികളും അഴിമതി നടത്താനുള്ള ഉപാധിയാക്കി ഭരണകക്ഷിയും പ്രതിപക്ഷവും മാറ്റി എന്നുള്ളതാണ് സത്യം. LDF മുന്നണി കഴിഞ്ഞ 4.25 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടത്തിയ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അഴിമതി, മന്ത്രിമാരും മുഖ്യമന്ത്രിയും അവരുടെ സിൽബന്ധികളും സെക്രട്ടറിമാരും അവരുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എല്ലാം ചേർന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിലൂടെ അതിനുള്ള പണം മുഴുവൻ കൊള്ളയടിക്കുന്ന സ്ഥിതിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ലോകത്തെവിടെയും കേട്ടുകളുമില്ലാത്ത
കാര്യമാണ്. കള്ളക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളെ, അത് പരസ്യമായി നടത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥ വൃന്ദവുമുള്ള ഒരു നാടായി നമ്മുടെ കേരളത്തെ മാറ്റി. കേരളം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച പല നല്ല കാര്യങ്ങളും ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലൂടെ ഭരണകക്ഷി നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് നേതൃത്വം നൽകുന്ന ഇത്തരം അധോലോക പ്രവർത്തനങ്ങളുടെ കേരളത്തിന് അഭിമാനം നഷ്ടമായി. കേരളത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെട്ടു. അഴിമതി സാർവത്രികമായി. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാധ്യതയുള്ള സർക്കാരുകൾ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ, കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സദാസമയവും ചെലവഴിക്കുന്നത്. ഖജനാവിന്റെ പണമെടുത്ത് പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, കൊള്ളക്കാരെ സംരക്ഷിക്കാൻ, കൊലയാളികളെ സംരക്ഷിക്കാൻ സർക്കാർ നമ്മുടെ നികുതി പണമെടുത്ത് കളിക്കുകയാണ്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ കേസിൽ കൊലയാളികളെ സംരക്ഷിക്കാൻ, ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ സംരക്ഷിക്കാൻ 87 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകരെ വെച്ചത്. സുപ്രീം കോടതിയിലേക്കും അവർ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അഭിഭാഷകരെ വെക്കുന്നത്. ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ പണമെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാർക്കോട്ട് ഉപയോഗിക്കേണ്ട പണമാണ്. പാവപ്പെട്ടവരുടെ നികുതി പണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നാം തന്നെ നൽകുന്ന പണമാണ്. ആ പണമെടുത്താണ് സർക്കാർ കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. കള്ളക്കടത്തുകാർക്കും അഴിമതിക്കാർക്കും അവരെ കൂടെ നിൽക്കുന്നവർക്കും അതുവഴി പണം സമ്പാദിക്കുന്നവർക്കും കവചം ഒരുക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് ഓരോ മലയാളിയും. ദിവസവും രാവിലെ പത്രം വായിക്കുമ്പോൾ, ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഓരോരോ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതി ആകെ അപമാനകരമായ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ ജനം പരിഹസിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിന്റെ, ഈ സാക്ഷര കേരളത്തിന്റെ, ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ഭാഗത്തെയും അവർ മാറ്റി. ഈ മുന്നണികൾ ഇതിൽ ഉത്തരവാദികളാണ്. ഏതെങ്കിലും ഒരു മുന്നണി ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ കഴിയില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിക്കെതിരായി രാവിലെയും വൈകുന്നേരവും വാർത്താ സമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവും ഭരണകക്ഷി നേതാക്കന്മാരുമല്ല, പ്രതിപക്ഷ നേതാക്കന്മാരുമെല്ലാം എന്താണ് അവരുടെ മുഖം എന്നുള്ളത് ഇപ്പോൾ ജനത്തിന് കാണാൻ തുടങ്ങി. അഴിമതിക്കെതിരായി ചന്ദ്രഹാസം നടത്തുന്ന, അഴിമതിക്കെതിരെ എല്ലാ ദിവസവും രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ പ്രമാദമായ ഒരു ബാറക്കോഴ കേസിലെ പ്രധാനപ്പെട്ട ഒരു കേസിലെ വാദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരുവനന്തപുരത്തുകാർ, കേരളത്തിലെ മുഴുവൻ ആളുകളും കേട്ടതാണ്. എന്താണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞത്? കോടതി വിജിലൻസിന് മുമ്പിൽ പറയാതിരിക്കാൻ വേണ്ടി സ്വന്തം കുടുംബാംഗങ്ങളെ വരെ ഇടനിലക്കാരാക്കി വെച്ച് ഉപയോഗിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കേരളത്തിലെ ഭരണകക്ഷിക്ക് നടത്തുന്ന അഴിമതികൾക്കെതിരായി, കൊള്ളരുത് നയങ്ങൾക്കെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ധാർമ്മികമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ട പ്രതിപക്ഷമാണ്. ജീവനില്ലാത്ത പ്രതിപക്ഷമാണ്. സാങ്കേതികമായി മാത്രം പ്രതിപക്ഷമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാമന്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ സത്യസന്ധതയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഭരണകക്ഷിയുടെ എല്ലാ തിന്മകളും, എല്ലാ കൊള്ളരുതായ്മകളും അതേ അളവിൽ ഉള്ള പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള സാമാന്യ ജനത്തിനുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആശയത്തിരിക്കുന്നു. അവിടെയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ, ജനങ്ങൾ നൽകുന്ന പ്രതീക്ഷ. ജനങ്ങളുടെ ഏക പ്രതീക്ഷയായി കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം മാറുകയാണ്. ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയായിരിക്കും. നാം എല്ലാം രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്. സാധാരണഗതിയിൽ തിരുവനന്തപുരത്തിന്റെ ജനവിധി എന്താണോ ആ ജനവിധിയാണ് വരും മാസങ്ങളിൽ കേരളത്തിന്റെ ജനവിധിയായി പുറത്തു വരാറുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അവലോകനം നമ്മൾ നടത്തിയാൽ, ചരിത്രം നമ്മൾ നടത്തിയാൽ, ആരാണ് കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് വരാൻ പോകുന്നത് അവരായിരിക്കും സാധാരണ നിലയിൽ തിരുവനന്തപുരത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാൻ പോകുന്നത്. വളരെ
ശുഭസൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇത്തവണ തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാൻ പോകുന്നത് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാൻ പോകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. ഒരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. സൂചനകൾ ആ നിലയിലാണ് പോകുന്നതെങ്കിൽ ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഗത്തെ നിർണ്ണയിക്കാൻ പോകുന്നതും ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 1/3 സീറ്റുകൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകി. 35 സീറ്റാണ് കഴിഞ്ഞ തവണ NDAക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകിയത്. എങ്ങനെയാണ് ജനങ്ങൾ ജനവിധി നൽകിയത്? അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനുള്ള ശേഷി BJPക്കോ NDAക്കോ ഉണ്ടാവുകയില്ല എന്നുള്ള ധാരണയിലാണ് ജനങ്ങൾ 1/3 സീറ്റുകൾ തിരുവനന്തപുരത്ത് NDAക്ക് നൽകിയത്. വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം നഗരവാസികൾക്ക് മനസ്സിലായത് ഞങ്ങൾ കുറച്ചുകൂടെ പരിശ്രമിച്ചിരുന്നെങ്കിൽ NDAക്ക് ഭരിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ 3/1 സീറ്റുകളാണ് ഞങ്ങൾക്ക് നൽകിയതെങ്കിൽ ഇത്തവണ 3/2 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ വരവേൽക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ വോട്ടർമാർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ ഞങ്ങളുടെ എതിരാളികൾക്കോ ഒന്നും തന്നെ സംശയമുണ്ടാവുകയില്ല. തിരുവനന്തപുരം ഒരു സൂചികയായിരിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിരൽ ചൂണ്ടുന്ന ഒരു സൂചികയായിരിക്കും തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രതീക്ഷകളെ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ ഞങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ വികസന രേഖയിൽ പ്രതിപാദിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പുറത്തിറക്കിയ കുറ്റപത്രത്തിൽ തിരുവനന്തപുരം എന്താണ് പ്രതീക്ഷിച്ചത്, എന്താണ് ഭരണകക്ഷിയായി മാറി മാറി ഭരിച്ചവർ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള കുറ്റപത്രവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വെറുതെ കുറ്റപത്രം മാത്രം ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയല്ല, മറിച്ച് ആ കുറ്റങ്ങൾക്കെല്ലാം കുറവുകൾക്കെല്ലാം പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു വികസന രേഖയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും വി.വി. രാജേഷിന്റെ അധ്യക്ഷ പ്രസംഗത്തിലും അദ്ദേഹം സൂചിപ്പിച്ചു. സാധാരണ കോർപ്പറേഷനിലേക്ക് ജനങ്ങൾ പോവുകയാണ്. എല്ലാ അധികാര കേന്ദ്രങ്ങളും അങ്ങനെയാണ്. പ്രജകളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പ്രജകളുടെ മുമ്പിൽ യജമാനന്മാരായി, യഥാർത്ഥത്തിൽ യജമാനന്മാർ പ്രജകളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ഭരണകൂടങ്ങളാണ്, ഭരണാധികാരികളാണ് യജമാനന്മാർ. പ്രജകൾ വെറും അടിമകളാണ്. സാധാരണ ഒരു കോർപ്പറേഷനിൽ ഒരു ചെറിയ ആവശ്യത്തിന് നമ്മൾ ചെന്നാൽ പോലും നമ്മുടെ ചുവപ്പ് നാടയും ബ്യൂറോക്രസിയും അധികാരി വർഗവും അവരെ എത്ര ദിവസം അതിലിട്ട് ഇങ്ങനെ കറക്കാമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കോർപ്പറേഷനിലേക്ക് ഇങ്ങോട്ട് വരികയല്ല, കോർപ്പറേഷൻ ഓരോ വീട്ടിലേക്കും വരിക എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. പാലക്കാടിന്റെ അനുഭവം ശ്രീ മുരളീധരൻ ഇവിടെ സൂചിപ്പിച്ചു. പാലക്കാട് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അവിടെ പരീക്ഷിച്ച് വിജയിച്ചു ദേശീയ ജനാധിപത്യ സഖ്യം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിലെ ഒരു നഗരസഭയ്ക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് പാലക്കാട് നഗരസഭ പൂർത്തിയാക്കിയത്. എല്ലാ ഏജൻസികളും നടത്തിയ പരിശോധനയിലും കേരളത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഏജൻസികൾ നടത്തിയ പരിശോധനയിലും തെളിഞ്ഞത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണെന്നുള്ള സത്യം തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരവസരം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിച്ചാൽ ആ അവസരം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മാതൃകയായി എക്കാലവും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വികസന മാതൃക ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നടപ്പാക്കാത്ത സ്വപ്ന പദ്ധതികളല്ല. പിണറായി വിജയൻ സ്വപ്ന പദ്ധതികൾ എന്ന് കേരളത്തിൽ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു വന്നു, വലിയ ഡ്രീം പ്രോജക്ട്സ് ആയിരിക്കുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായത് എല്ലാം സ്വപ്നയുടെ പദ്ധതികളായിരുന്നു. അതുപോലുള്ളതല്ല, പറഞ്ഞത് ചെയ്യുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടിയാണ് പറയുന്നത്, അമിത് ഷായുടെ പാർട്ടിയാണ് പറയുന്നത്. ഈ വികസന രേഖ ചെയ്ത് കാണിക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയും ശേഷിയുമുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ആർജവമുണ്ട്, അതിനുള്ള സൗകര്യങ്ങളും ഇന്നുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഏതാനും ദിവസങ്ങൾക്കകം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ വരുമെന്നാണ്
ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും അതിന്റെ ദൃശ്യ ടിവിയിലും ഒക്കെ വന്നിരിക്കുന്നത്. ആലപ്പുഴയിലെ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മോദി എത്തുന്നതാണ്. കൊല്ലം ബൈപ്പാസ് 46 കൊല്ലം മുമ്പാണ് കഴിഞ്ഞ കൊല്ലം ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത്. 46 കൊല്ലം UPA ഗവൺമെന്റിന്റെ കാലത്തും ഇടതുപക്ഷത്തിന്റെ സഹായത്തോടെ ഭരിച്ച കാലത്തും ആ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. മോദി അധികാരത്തിൽ വന്ന് 4 കൊല്ലം കൊണ്ട് കൊല്ലം ബൈപ്പാസ് പൂർത്തിയായി. മോദി അധികാരത്തിൽ വന്ന് ഇത്രയും 4 പതിറ്റാണ്ടായിട്ട് മുടങ്ങിക്കിടക്കുന്ന ആലപ്പുഴ ബൈപ്പാസ്, ആ ബൈപ്പാസ് പിന്നെ പൂർത്തീകരിക്കുമ്പോൾ എവിടെ വരെ നമ്മുടെ കേരളത്തിന്റെ യാത്രാ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 12,600 കോടിയാണ് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി നരേന്ദ്രമോദി സർക്കാർ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടുള്ള ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ കേരളത്തിന് മാത്രമായിട്ട് നൽകി. കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് മോദി സർക്കാർ 52,000 കോടി രൂപയാണ് ദേശീയപാത വികസനത്തിന് മാത്രം കേരളത്തിന് നൽകിയത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റാണ്. ചോദിക്കുന്ന ഏത് പദ്ധതിക്കും പണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഇവിടെ കുടിവെള്ളത്തെ കുറിച്ച് ശ്രീ വി മുരളീധരൻ പറഞ്ഞു. ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന ജലസേചന വകുപ്പിന്റെ ജലവകുപ്പിന്റെ ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുക. നമ്മുടെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാം ഇപ്പോൾ CPM നിങ്ങൾക്ക് പൈപ്പ് വേണോ, വാട്ടറിന്റെ ടാപ്പ് വേണോ, കണക്കെടുക്കണം, അവർ സർവേ നടത്തുകയാണ്. 1 രൂപ പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടില്ല. പക്ഷെ ഈ വർഷം മാത്രം 896 കോടി രൂപയാണ് കേരളത്തിൽ ജലജീവൻ മിഷൻ നടപ്പാക്കാൻ മോദി സർക്കാർ മാറ്റി വെച്ചിരിക്കുന്നത്. 2024 എല്ലാവർക്കും ശുദ്ധജലം കുടിക്കാൻ എത്തിക്കുക എന്നുള്ള മോദിയുടെ മിഷനാണ്, മോദിയുടെ സ്വപ്നമാണ്. പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതികൾ പോലെയല്ല. മോദിയുടെ സ്വപ്ന പദ്ധതികളെല്ലാം യഥാർത്ഥത്തിലുള്ള സ്വപ്ന പദ്ധതികളാണ്. ആ പദ്ധതികളിലൂടെ എല്ലാം ജനങ്ങളെ സേവിക്കാൻ മനസ്സുമായിട്ട് പണവുമായിട്ട് നിൽക്കുന്ന, സഹായ ഹസ്തവുമായിട്ട് നിൽക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ആ സർക്കാരിന്റെ ഇടപെടൽ, ആ സർക്കാരിൽ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ന് കേരളത്തിലുണ്ട്. മന്ത്രിമാരുണ്ട്, MP-മാരുണ്ട്, രാജേന്ദ്രനെ പോലെ മുതിർന്ന പരിണതപ്രജ്ഞമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഒരു സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തിയാൽ എളുപ്പം സാധിച്ചെടുക്കാൻ കഴിയുന്ന 1000 കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി, പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള തലസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും. 5 വർഷത്തെ അവസരം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കും. ഒരു സാധാരണ രീതിയിലുള്ള ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ അല്ല. വളരെ ഉത്തരവാദപ്പെട്ട, അതിനുശേഷിയുള്ള ചെറുപ്പക്കാരെ അടക്കം അതിനുശേഷിയുള്ള കഴിവുള്ള ആൾക്കാരെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുന്നത് എന്തിനാണെന്ന് അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളെ ഈ തിരുവനന്തപുരം നഗരസഭയിലേക്ക് പാർട്ടി മത്സരിപ്പിച്ചിരിക്കുന്നത് വെറുതെ അല്ല. തിരുവനന്തപുരത്ത് കാര്യങ്ങൾ നടപ്പാക്കാൻ, വികസനം എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാവണമെന്ന് വിചാരിച്ചു തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് പഴയ ഏർപ്പാടുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ കോർപ്പറേഷനിൽ BJP-യുടെ മുന്നേറ്റം തടയാൻ ചില ആളുകൾ പുറംവാതിലിലൂടെയുള്ള ചില കളികൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല ഡിവിഷനുകളിൽ പോയപ്പോഴും ചില മുന്നണികൾ വളരെ എന്താ പറയാ, ഒരു നടത്തത്തിന്റെ വേഗത കുറച്ചിരിക്കുക. ചിലരൊന്നും കാണാനില്ല. പല സമയങ്ങളിൽ 100 ഡിവിഷനിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു 10-15 ഡിവിഷനുകൾ മാത്രമാണ് ചില ആളുകളെ കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ പോസ്റ്ററുകളും ബോർഡുകളും മാത്രമേ ഉള്ളൂ. ശരിയായിട്ടുള്ള പ്രവർത്തനം കാണുന്നില്ല. UDF-ന്റെ ഒരു പിന്നോട്ട് വരയിൽ അത് അത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു വരിയിലാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കരുതരുത്. UDF വളരെ ആസൂത്രിതമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്ന് പുറകോട്ട് വലിഞ്ഞിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റം തടയാൻ ചില കളികളിലൂടെ നടത്തുന്നു എന്നുള്ള സംശയം ഈ നാട്ടിലെ വോട്ടർമാർ ശരിയായി വിലയിരുത്തണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ചില കളികൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് പിന്നിൽ ചില തീവ്രവാദ ശക്തികളാണ്, ചില മതമൗലികവാദ സംഘടനകളാണ്. BJP ഇവിടെ വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. മുസ്ലിം ലീഗിന്റെ ചില കടുത്ത സമ്മർദ്ദങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ വരാതിരിക്കാൻ ചില ഗൂഢാലോചനകൾ അവർ നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്.
കോൺഗ്രസിനെ കൊണ്ടൊന്ന് പുറകോട്ട് വലിപ്പിക്കാൻ, തിരുവനന്തപുരത്ത് CPM-നെ സഹായിച്ചാൽ എന്താ എന്നുള്ള തോന്നൽ ചില ആളുകൾക്ക്, മലപ്പുറത്ത് നിന്നൊക്കെ ചില ആളുകൾക്ക് ഇപ്പൊ അങ്ങനെ ചില പുതുമതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ തിരുവനന്തപുരത്തെ വോട്ടർമാർ ശരിയായി മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. ഒരു കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യത്തിനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു അണിയറ നീക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 2ാം ഘട്ടം അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ വാർഡിൽ നിന്നും ബോധ്യമാവുന്നത് ഈ രാഷ്ട്രീയ സഖ്യത്തിനുള്ള, അവിശുദ്ധ സഖ്യത്തിനുള്ള ഒരു ചരടുവലിയാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ പല നേതാക്കളും തിരുവനന്തപുരത്തെ വെറുതെ ഒരു നെയിംസേക്ക് സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പലരും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് തിരുവനന്തപുരത്ത് തയ്യാറാവുന്നില്ല. അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനു വേണ്ടി ചില മതമൗലികവാദ ശക്തികളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളൊരു ദേശീയ പാർട്ടിയാണ്, നിങ്ങളൊരു മതേതര പാർട്ടിയാണെന്നാണ് അവകാശപ്പെടുന്നത്. നിങ്ങളിപ്പോൾ സഖ്യം ചെയ്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായിട്ടാണ്. തിരുവനന്തപുരത്തുകാർക്ക് അത് നന്നായിട്ട് അറിയാം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവർ ഈ നാട്ടിലെ ജനങ്ങളെ ഏത് രീതിയിലാണ്, ഈ നാടിനെ ഏത് രീതിയിലാണ് കാണുന്നത്, ഈ നാടിനെ നശിപ്പിക്കാനുള്ള, ഇവിടെ ലോകം മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കാൻ, ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന, ഇന്ത്യക്ക് തന്നെ എതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ സഖ്യം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. അതിന്റെ ഒരു ബന്ധം ചില ഉള്ളുകളിലൂടെ ചില തിരുവനന്തപുരത്ത് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്തവണ അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുന്നത്. വർഗീയ ശക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഈ അനന്തപുരയിൽ ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭരണസാരഥ്യം വരുന്നത് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ പുറംവാതിലൂടെ ഒരു CPM-നെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തെളിഞ്ഞു വരികയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ അവിശുദ്ധ സഖ്യത്തെ പരാജയപ്പെടുത്താനുള്ള ആർജവം, അതിനുള്ള മനസ്സ്, അതിനുള്ള മുൻകരുതൽ തിരുവനന്തപുരത്തെ വോട്ടർമാർക്കുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തെ വോട്ടർമാർ ആ ആർജവം കാണിക്കുക തന്നെ ചെയ്യും. വികസനത്തിന് വേണ്ടിയാണ് BJP വോട്ട് ചോദിക്കുന്നത്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു അത്രയധികം പ്രസക്തിയുള്ള ഒരു നഗരമാണ്, അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ്, ഒരു ചരിത്ര നഗരമാണ്, ഒരു പൈതൃക നഗരമാണ്, ഒരു സാംസ്കാരിക നഗരമാണ്. ഇതുപോലെ അനന്തമായിട്ടുള്ള വികസന സാധ്യത മറ്റൊരിടത്തും കാണാത്തതാണ്. ആ സാധ്യതകൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ ഈ മാറി മാറി ഭരിക്കുന്ന ഒത്തുതീർപ്പുകാരെ ഒരു 5 കൊല്ലം മാറ്റി നിർത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം തിരുവനന്തപുരത്തിനുണ്ടാകും. തിരുവനന്തപുരത്തിന്റെ മെസ്സേജ് കേരളം മുഴുവൻ വ്യാപിക്കും. അത് വരാൻ പോകുന്ന ശക്തമായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകും. ഒരു മോദി തരംഗം കേരളത്തിലും ഇപ്പോൾ അലയടിക്കുന്നുണ്ട്. രാജ്യവാസകരമായി വീശുന്ന മോദി തരംഗം, അതിന്റെ അലയൊലി ഇത്തവണ ശക്തമായിട്ട് കേരളത്തിലുമുണ്ട്. അതിന്റെ അടിയൊഴുക്കുകൾ കേരളത്തിലെ ഓരോ നഗരത്തിലും ഗ്രാമത്തിലുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച നേട്ടം ഉണ്ടാക്കുന്ന മുന്നണി, ഏറ്റവും കൂടുതൽ ജനപിന്തുണ വർദ്ധിപ്പിക്കുന്ന മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. അതിന്റെ ഏറ്റവും പ്രകടിതമായിട്ടുള്ള രൂപമായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ. അതിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനമായിരിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, BJP-ക്ക്. അതുകൊണ്ട് ഈ കോർപ്പറേഷൻ ഭരണം വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഏൽപ്പിക്കണമെന്ന് എല്ലാവരോടും താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തതായി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൺവീനറും BDS-ന്റെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VV രാജേഷ്, യോഗം ഉദ്ഘാടനം ചെയ്ത പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻ, പ്രിയപ്പെട്ട BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻജി,
ബഹുമാനപ്പെട്ട MLA ശ്രീ രാജേന്ദ്രൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളുമെല്ലാം വളരെ വിശദമായി ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ വിവരിക്കുകയുണ്ടായി. പാലക്കാട് തിരുവനന്തപുരം തമ്മിലുള്ള NDA അവിടെ ഭരിക്കുന്നതിന്റെയും ഇവിടെ NDA ഭരിക്കാത്തതിന്റെയുമായിട്ടുള്ള ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വളരെ വിശദമായി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം NDA മുമ്പോട്ട് വെച്ചിട്ടുള്ളത് വികസനം എന്ന വലിയ മുദ്രാവാക്യമാണ് നമ്മൾ എന്നും മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ ഇലക്ഷന്റെ സെമി ഫൈനലാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ വളരെ ശക്തമായി തന്നെ മത്സരിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും ഇവിടെ നമ്മളെ അംഗീകരിക്കുവാൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ പോലും ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കി നിർത്തിയിരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ 6% നിന്ന് 16% വോട്ടിലേക്ക് നമുക്ക് കൂട്ടുവാൻ കഴിയും. ഇനി വരാൻ വേണ്ടി പോകുന്ന ദിവസം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ കേരളത്തിൽ ഒരുപാട് പഞ്ചായത്തുകളിലും ഒരുപാട് കോർപ്പറേഷനിലുമെല്ലാം NDAയുടെ ഭരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും നമുക്ക് ആവശ്യമില്ല. കാര്യം അപ്പുറത്ത് നിൽക്കുന്നതാണ് ഈ പറയുന്ന LDF-ഉം UDF-ഉം ഇപ്പുറത്തെ NDA. LDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണകാലത്ത് കേരളം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് LDF കടന്നു പോകുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം സരിത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ മറ്റു ഭാഗത്ത് നിൽക്കുന്നു. ഇവിടെ NDA എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാർ നമ്മൾ അവിടെ മറുഭാഗത്ത് നിൽക്കുകയാണ്. നമുക്കറിയാം, ഇത്രയും വർഷങ്ങളായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇത്രയും വർഷങ്ങളായി ഈ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും ഈ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് വലിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ നേട്ടം തന്നെയാണ്. ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളും, വ്യവസായ മേഖലയെടുത്ത് പരിശോധിച്ചാലും, വിദ്യാഭ്യാസ മേഖലയെടുത്ത് പരിശോധിച്ചാലും, നമ്മുടെ കാർഷിക മേഖലയെടുത്ത് പരിശോധിച്ചാലും എല്ലാ മേഖലകളിലും ഓരോ ദിവസവും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിന്റെ അവസ്ഥയിൽ ഓരോ ദിവസവും പഠനങ്ങൾ പോലെ താഴേക്ക് പോകുന്ന ഒരവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇന്ന് വിദ്യാഭ്യാസം ചെയ്താൽ അവർക്ക് ഒരു തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥയിലാണ് കേരളത്തിലെ നമ്മുടെ തൊഴിൽ സാധ്യതകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ത്യ വളരുന്നതിനൊപ്പം കേരളം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് NDA സംവിധാനം, NDA ഇവിടുത്തെ ശക്തമായ മാത്രമേ നമുക്ക് ഇതിന് കഴിയൂ. അതിനാൽ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഇവിടുത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ ഈ 100 NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ദിവസങ്ങളിൽ ശക്തമായി നമുക്കെല്ലാം പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ എല്ലാവരും കൂടെ നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ ഭാഗം നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി അഭിസംബോധന സംസാരിക്കുന്നതിലേക്കായി പ്രിയപ്പെട്ട ശ്രീ O രാജഗോപാൽ MLA ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, പ്രിയപ്പെട്ട അമ്മമാർക്കും മറ്റ് സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഏതാണ്ട് ഈ യോഗം തുടങ്ങി 2 മണിക്കൂറാകുന്നു. ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി. കാര്യങ്ങളൊക്കെ ഏതാണ്ട് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ആ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ട ഒരാവശ്യം ഞാൻ കാണുന്നില്ല. ഏതായാലും ഈ യോഗത്തിന്റെ ഒരു സ്വഭാവം, അതിന്റെ അർത്ഥം, ഇത് BJP നടത്തിയിട്ടുള്ള വാർഡടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, എല്ലാ ഭാഗത്തും കൺവെൻഷനുകളും യോഗങ്ങളും സ്ഥാനാർത്ഥികളെയൊക്കെ നിർണയിച്ച ശേഷം അവരെല്ലാം ഒത്തൊരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ അവരെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതൊരു ഫോർമൽ പരിപാടിയാണ്. യുദ്ധത്തെ കളത്തിലേക്ക് തള്ളി കറക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ യുദ്ധം ഇവിടെ
ഈ കോർപ്പറേഷന്റെ ഭരണം കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം എന്നുള്ളതായ തലസ്ഥാന നഗരി BJP ഭരിക്കുന്ന ഒരു സാഹചര്യം ഒത്തൊരുമിച്ച് നല്ല സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ വരുന്ന ഏതാനും ദിവസങ്ങളെ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസ് അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ VV രാജേഷ്, സമാദരണീയനായ പ്രിയപ്പെട്ട രാജേട്ടൻ, ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, NDAയുടെ സംസ്ഥാന കൺവീനറും ADJS അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയായ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കളെ, സ്ഥാനാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, നമസ്കാരം. ഈ നഗരസഭയിലെ സ്ഥാനാർത്ഥികളുടെ സംഗമത്തിൽ ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2015 ഈ നഗരസഭയിലെ ഭരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ചുണ്ടനും കപ്പിനുമിടയിലാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ മഹാഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കാൻ ഈ നഗരത്തിലെ മഹാഭൂരിപക്ഷ ജനങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയമുള്ളവരെ, ഈ നഗരസഭയിലടക്കം കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയ സാധ്യത, ജനപിന്തുണ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് LDFന്റെയും UDFന്റെയും ജനപിന്തുണയും വിജയ സാധ്യതയും അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളും പ്രവർത്തകന്മാരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, വിജയവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നതെങ്കിൽ LDFനും UDFനും ആത്മവിശ്വാസവും വിജയവിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ആരംഭത്തിൽ തന്നെ LDFും UDFും സമ്മതിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ജനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് LDFും UDFും ആരംഭത്തിൽ തന്നെ അഭയന്മാരിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം LDFും UDFും മനസ്സിലാക്കുന്നത് നല്ലതാണ്. താമരയും പെരുന്നീർപ്പും വേർതിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബുദ്ധിയുള്ളവരാണ് കോർപ്പറേഷനിലെ പ്രമുഖമായ വോട്ടർമാരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 8-ാം തീയതി അവർക്ക് രേഖപ്പെടുത്തും. ഒരു കാര്യം, ജനങ്ങൾക്ക് LDFനെയും UDFനെയും അടുത്തിരിക്കുക. LDFന്റെ അധോലോക രാഷ്ട്രീയത്തെയും UDFന്റെ അധമ രാഷ്ട്രീയത്തെയും അംഗീകരിക്കാൻ ഈ നഗരസഭയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ, പ്രിയമുള്ളവരെ, തയ്യാറല്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ നഗരസഭയിലടക്കമുള്ള കേരളത്തിലെ മാന്യന്മാരായ മര്യാദക്കാരായ വോട്ടർമാർക്ക് ആത്മാഭിമാനത്തോടുകൂടി വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏക മുന്നണി BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ അധോലോക രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ മാനമുള്ള, മര്യാദയുള്ള, ആത്മാഭിമാനമുള്ള വോട്ടർമാർക്ക് സാധിക്കും? സ്വർണ്ണക്കള്ളക്കടത്തിന്, ലഹരിക്കടത്തിന്, കള്ളപ്പണം ഒളിപ്പിക്കുന്നതിന്, ഹവാലയെ, കൈക്കൂലിയെ, കമ്മീഷനെ അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് LDFന്റെ അധോലോക രാഷ്ട്രീയത്തിനെതിരായുള്ള വിധിയെഴുത്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ UDFന്റെ അധമ രാഷ്ട്രീയം, അഴിമതി, അനാശാസ്യം, അവിഹിതം, ഇതിൽ അധ്യക്ഷരമായിട്ടുള്ള കോൺഗ്രസിന്റെ UDFന്റെ അധമ രാഷ്ട്രീയത്തിനും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ ഈ സംസ്ഥാനത്ത് അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ചോദിക്കുന്നത്. 6 വർഷത്തിനകത്ത് ചില നരേന്ദ്രനാമപ്പെട്ട മോഡിയുടെ ജനക്ഷേമകരമായ വികസനത്തിൽ അധിഷ്ഠിതമായ ഭരണനേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു CPM പ്രവർത്തകന് അഭിമാനത്തോടെ അന്തസ്സോടെ LDFിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ സാധിക്കുമോ? 5 ലക്ഷത്തിന്റെ നക്ഷത്രത്തിന് വരുമ്പോൾ 40 മണിയങ്ങളത്തിൽ വോട്ട് ചോദിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇപ്പൊ ഒരു ശരാശരി മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ പറയുന്നത് കൊറോണ വന്നത് നന്നായിരുന്നു. എന്താ കാരണം? ഈ മാസ്ക് ധരിക്കാനോ ഞങ്ങൾ പൊതുസമൂഹത്തിൽ ആരെങ്കിലും ധരിക്കുന്നത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്ക് അഭ്യർത്ഥനയുണ്ട്. ഈ മാസ്കിന്റെ വലുപ്പൊന്ന് കൂട്ടണം, മുഖം മൊത്തം മറക്കാറുണ്ടെന്ന് ചില മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. ആ സ്വപ്ന സുരേഷ് ധരിച്ച വസ്ത്രം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്. ഞാൻ ചോദിക്കാൻ താല്പര്യം കൊണ്ടിടാതെ പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം CPM പ്രവർത്തകർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രിയമുള്ളവരെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഒരു കാര്യം വളരെ ഉറപ്പാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, NDA ജയിക്കുമെന്ന് മാത്രമല്ല അധികാരത്തിലെത്താൻ വേണ്ടി പോവുകയാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ BJP അധികാരത്തിൽ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ NDA മുന്നേറ്റം നടത്തും. 86 നഗരസഭ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിൽ NDA അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഈ സ്റ്റേറ്റിൽ ഉപവിഷ്ടരായിട്ടുള്ള NDA സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കേരളത്തിലെ NDA സ്ഥാനാർത്ഥികൾ ജയിച്ച് അധികാരത്തിലെത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. NDA നേതാക്കന്മാര് ജയിച്ച് അധികാരത്തിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ മറുഭാഗത്തെന്താ? നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, CPM നേതാക്കന്മാർക്കെതിരെ, കുടുംബാംഗങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ വരികയാണ്. നിയമത്തിന്റെ മുറുകെ കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ LDF നേതാക്കന്മാരുടെ ജയിൽ യാത്രക്ക് ഈ രാഷ്ട്രീയ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. തീർന്നില്ല. മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സ്പീക്കറുടെ അനുമതി ചോദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 23 UDF നേതാക്കന്മാരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സ്പീക്കറുടെ അനുമതി ചോദിച്ചിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും. എന്താ നടക്കാൻ പോകുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള UDF നേതാക്കന്മാരുടെ ജയിൽ യാത്രക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ LDF UDF നേതാക്കന്മാരുടെ സംയുക്ത ജയിൽ യാത്രക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. അതേ അവസരത്തിൽ NDA നേതാക്കന്മാർ ജയിച്ച് അധികാരത്തിലെത്താൻ വേണ്ടി പോകുന്നു. ഇതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി, പ്രത്യേകത, പ്രാധാന്യം എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വികസനത്തിൽ അധിഷ്ഠിതമായ, ജനക്ഷേമ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണക്രമം ഈ കേരളത്തിൽ ഉണ്ടാകണം, നഗരസഭയിൽ ഉണ്ടാകണം. അതിനുവേണ്ടി കേരളത്തിലെ വോട്ടർമാർ, തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാർ NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നോക്കൂ, നിങ്ങൾ വികസനം വേണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം. അത് എയർപോർട്ടും, സീപോർട്ടും, റെയിൽവേയും, ഹൈവേയും വികസിക്കണം. ഇതൊക്കെ ആരുടെ കീഴിലില്ല? കേന്ദ്ര സർക്കാരിന്റെ കീഴിലില്ല. പിണറായി വിജയൻ വിചാരിച്ചാൽ ഈ വികസനങ്ങളൊന്നും തന്നെ നടക്കില്ല. കോൺഗ്രസുകാര് ഇനി 2024 പോട്ടെ, 2029 പോട്ടെ, 2030 കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. തണുപ്പുള്ള കാലത്തോളം ഈ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല. അതുകൊണ്ട് നഗരസഭയുടെ വികസനം ഉറപ്പുവരുത്താൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കുമെന്ന് അടിവരി വിട്ടുകൊണ്ട് പറയുക. ഞാൻ ചോദിക്കട്ടെ, 14 ഭരണമുണ്ടല്ലോ നഗരസഭയിൽ, എന്ന് മാത്രമായി നഗരസഭ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൺവെൻഷന് നമ്മുടെ പറഞ്ഞിട്ട്
ഞാണ്ടൂർക്കോണം. ആ ഞാണ്ടൂർക്കോണത്ത് കൺവെൻഷനിൽ പോയപ്പോ അവിടെ കുറേ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് ഒന്ന് മുഖം കഴുകി പരിപാടി പങ്കെടുക്കാന്ന് വിചാരിച്ചു. റോഡ് സൈഡിൽ ഒരു വാട്ടർടാപ്പുണ്ട്. ആ വാട്ടർടാപ്പിന്റെ കാലം നിർത്തിയിട്ട് ടാപ്പ് തുറന്നു. വെള്ളത്തിന്റെ അധിപൻ വരുണ ഭഗവാനാണ്. വരുണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ടാപ്പ് തുറന്നത്. പക്ഷെ പ്രിയമുള്ളവരെ, വരുണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല, വായു ഭഗവാനാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതാണ് തിരുവനന്തപുരത്ത് ബ്യൂട്ടിഫുൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ വികസനം. ഈ വികസനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ എന്നെ രണ്ട് കൈയിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. കൊറോണയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം നരേന്ദ്രമോദിയോടൊപ്പമാണ്, എൻഡിയോടൊപ്പമാണ്, ബിജെപിയോടൊപ്പമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായിരുന്നു. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, മണിപ്പൂർ, കർണാടക, തെലങ്കാനയിലെ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇതേവരെ ദേശീയ രാഷ്ട്രീയത്തിൽ നകന്നു നിൽക്കുകയായിരുന്നു. ഈ തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ രാഷ്ട്രീയത്തോട് കേരളത്തിലെ മലയാളികൾ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പരിവർത്തനം മാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഈ മാറ്റത്തിൽ, ഈ വികസനത്തിന്റെ പുതുവസന്തം വിജയിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ സാധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ അവസരമായിട്ടുള്ള തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബഹുഭൂരിപക്ഷത്തോളം അധികാരത്തിലാകാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഓർമ്മസ്ഥലമെല്ലാം ഓവർടൈം പ്രവർത്തിച്ചുകൊണ്ട് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നടത്തുന്നത് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നമസ്കാരം. വന്ദേമാതരം. ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുന്നതിലേക്കായി ശ്രീ അശോക് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളു. സദസ്സലകരിക്കുന്ന വേദിയിലുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കാലാവസ്ഥ വളരെ പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുക. ഈ മഹത്തായ സദസ്സില് ആമുഖപ്രസംഗം നടത്തിയ സിനിമാ സംവിധായകൻ ശ്രീമാൻ ചിത്രസേനൻ, അതുപോലെ തന്നെ രാജസേനൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻജി, വികസന രേഖ പ്രകാശനം ചെയ്ത നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രൻജി, അത് ഏറ്റുവാങ്ങിച്ച നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടൻ സുരേഷ് ഗോപി, ഇവിടെ ആശംസാ പ്രസംഗം നടത്തി നമ്മളെ അനുഗ്രഹിച്ച രാജേട്ടൻ കൃഷ്ണദാസ് ജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, സദസ്സിലുള്ള 100ഓളം ജനപ്രതിനിധികളാകുവാൻ പോകുന്ന BJPയുടെ സ്ഥാനാർത്ഥികള്, അതുപോലെ സദസ്സ് അലങ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ഡിസംബർ 8-ന് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ താമര മുറക്കരുത്. ഒരാള് കുറഞ്ഞത് 100 വോട്ട് താമരയ്ക്ക് അനുകൂലമാക്കി മാറ്റി എടുക്കുവാനുള്ള പ്രചാരകന്മാരായി മാറാനുള്ള സന്മനസ് കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ് സംസ്ഥാന അധ്യക്ഷനും മുഴുവൻ സ്ഥാനാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഫോട്ടോ സെഷനുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ സ്ഥാനാർത്ഥികൾ പോകാവൂ.